അനുരഞ്ജന സാധ്യതകൾ അടയ്ക്കാതെ ശ്രദ്ധയോടെയാണ് NSS നിലപാടിൽ പ്രതിപക്ഷം ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ NSSനെ അനുനയിപ്പിക്കാൻ ഇനി എന്ത് മാർഗം സ്വീകരിക്കും കോൺഗ്രസും BJPയും? അതാണ് ഇവിടുത്തെ $1 മില്യൺ ക്വസ്റ്റ്യൻ. ഹരിമോഹൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ഹരിമോഹൻ. NSSുമായി തർക്കങ്ങളില്ല എന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. BJP നേതാക്കൾ പലരും G. സുകുമാരൻ നായരുമായി ബന്ധപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നേരത്തെയും ഇതുപോലെ പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മൃദു സമീപനത്തിലേക്കൊക്കെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ രണ്ടു കൂട്ടർക്കും അവശേഷിക്കുന്നുണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുഡ് ഈവനിംഗ്. NSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഈ വിഷയത്തിലൊക്കെ തന്നെ മുൻകാലങ്ങളിൽ കടന്നാക്രമണം നടത്താറുള്ള അല്ലെങ്കിൽ വിഷയത്തിൽ കുറച്ചുകൂടി തുറന്നു പ്രതികരിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പക്ഷേ അദ്ദേഹം പോലും ഇപ്പോൾ NSSുമായി യാതൊരു വിധത്തിലുള്ള തർക്കത്തിലുമില്ല, ഒരു സമുദായ സംഘടനകളുമായി അഭിപ്രായ വ്യത്യാസമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അനുരഞ്ജനത്തിനുള്ള വാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള നിലപാടുകൾ തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. അതുകൊണ്ട് നേതാക്കൾ NSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനുരഞ്ജന ശ്രമത്തിലേക്ക് പോകണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത്. പക്ഷെ അത് ആര് വേണം എന്നുള്ളതാണ് ഇതിലൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമായിട്ട് അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല നിലവിൽ NSS, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവുമായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനാകട്ടെ അത്ര ആഴത്തിലുള്ള ബന്ധവും NSSുമായിട്ടില്ല. അപ്പോൾ ആരാണ് അതിനുള്ള ഒരു അനുരഞ്ജന ശ്രമത്തിന് മുന്നിട്ടിറങ്ങേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഏറെക്കുറെ എത്തിയിരിക്കുന്നത് KC വേണുഗോപാലിലേക്കാണ്. കാരണം KC വേണുഗോപാലുമായി NSSന് ഏറെക്കാലമായി അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം വഷളായിട്ടുമില്ല, ആ ബന്ധത്തിൽ ഇതുവരെ തട്ടുകേടുകളൊന്നും സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ നിലവിൽ KC വേണുഗോപാലിനാണ് അതിനുള്ള ഏറ്റവും അധികം സാധ്യതകൾ തുറക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. മറ്റൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PJ കുര്യൻ അടക്കമുള്ള ചില നേതാക്കൾ കൂടി അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടണം എന്നുള്ള അഭിപ്രായം വിവിധ നേതാക്കൾക്കുണ്ട്. രമേശ് ചെന്നിത്തലയുമായി പഴയതുപോലെ അത്ര നല്ല ബന്ധമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്നതിൽ ഉറച്ചു തന്നെയാണ് G. സുകുമാരൻ നായർ നിൽക്കുന്നത് എന്നതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.